ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച് അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, പിശാച് പെടും. ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച് അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, പിശാച് പെടും. ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച് അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, പിശാച് പെടും. കണ്ടോ, അത് പഠിപ്പിച്ചു കൊടുത്തത് ഹനീഫ മൗലവിയാണ്. ഇത് ജിന്ന് പെടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആര്? ഹനീഫ മൗലവി. എവിടുന്ന്? സംവാദത്തിൽ നിന്ന്. ഇത് ആര് പറഞ്ഞു? അഹ്സനി തന്നെ സമ്മതിച്ചു. ഇത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഹനീഫ് കായക്കൊടിയാണ്, സംവാദത്തിൽ വെച്ച് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാണ് എന്ന് ഹനീഫ മൗലവിയുടെ പേരെടുത്ത് പറഞ്ഞ് അഹ്സനി തന്നെ സമ്മതിച്ചു. രണ്ടും മൊല്ലാക്കോടെന്ന് പറയണേ എന്ത്? അതിങ്ങനെ മറുപടി പറയേണ്ടിയിരുന്നു. അതില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആകെ വിഷമിച്ച് എങ്ങനെ മറുപടി പറയണം എന്നറിയാതെ വിഷമിച്ചിരിക്കാണ്. അഹ്സനിക്ക് അതിൽ ജിന്ന് പെടും എന്ന് പഠിപ്പിച്ചു കൊടുത്ത പ്രസ്ഥാനം ആ പണ്ഡിതനാണ് ആ സംവാദത്തിൽ, കുന്നേത്തേരി സംവാദത്തിൽ നേതൃത്വം വഹിച്ചത്. കണ്ടോ, ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറുപടി പറഞ്ഞു കൊടുത്തപ്പോ അലിമല്ലാക്കയുടെ നെഞ്ചത്താ കിട്ടിയത്. അലിമല്ലാക്ക പിന്നെ പറയാ, ഹേയ് മറുപടി ഈ ക്ലിപ്പാ, അലിമല്ലാക്കയുടെ ക്ലിപ്പാ. മൂപ്പരിട്ടിട്ട് പറയാണ്, ഇപ്പൊ അനസ് മുസ്ലിയാർ പറയുന്നത് അത് അഹ്സനിക്ക് പഠിപ്പിച്ചു കൊടുത്തത്, അത് ജിന്ന് പെടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഹനീഫയാണ്. അത് നമ്മുടെ കോട്ടക്കൽ സംവാദത്തിൽ വെച്ചാണ്, കുന്നത്തേരി സംവാദത്തിൽ പറഞ്ഞില്ല എന്നാ. അപ്പൊ ഒരു കാര്യം സമ്മതിച്ചത്, കോട്ടക്കൽ സംവാദത്തിൽ വെച്ച് ജിന്ന് വിടുന്ന് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചു കൊടുത്ത്, അഹ്സനിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത് എന്നാ. അപ്പൊ 1ാം ക്ലാസ്സിൽ പാടാൻ കഴിഞ്ഞ് പിന്നെ 2ാം ക്ലാസ് വരുമ്പോ പിന്നെയും പഴയ ടെസ്റ്റ് എടുക്കുമോ? ഇല്ല, അവിടെ 2ാമത്തെ ടെസ്റ്റ് എടുക്കല്. അതെന്താ? ഇവിടെ ജിന്ന് മാത്രമല്ല അമ്പിയാക്കളും പെടുമല്ലോ. അപ്പുറത്തുണ്ട് അമ്പിയാക്കൾ പെടും, ജിന്ന് പെടും. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചല്ലോ. ഇനി അടുത്ത പഠിച്ചോ, അമ്പിയാക്കളും പെടും, ഔലിയാക്കളും പെടും. അത് ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്. അതാ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നാ പറയേണ്ടത്. എന്നാൽ കുന്നത്തേരിയിൽ ഇത് പറഞ്ഞില്ലേ? ഈ മൊല്ലൊക്കെ എവിടുന്നാ കേട്ടത്? എവിടുന്നാ? ഇവിടുത്തെ പ്രസംഗത്തിന് നമ്മളത് ഇട്ട് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ പ്രസംഗത്തിൽ അത് കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രീമൂല നഗരത്ത് വെച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ അത് കേൾപ്പിച്ചില്ല. അതുകൊണ്ട് ആ ഭാഗം ഈ മൊല്ലാക്ക മുറിച്ചിട്ട് കേൾപ്പിക്കാണ്. അതെ, കോട്ടക്കൽ വെച്ചാണ് അത് പറഞ്ഞത്, കുന്നത്തേരിയിൽ പറഞ്ഞില്ല. ആ വായു മടക്കട്ടെ, ആ വായു മടയട്ടെ. കഫർന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ഉത്തരം മുട്ടട്ടെ, വാ പൂട്ടട്ടെ. അതിന് കുന്നത്തേരി സംവാദത്തിൽ വെച്ചുകൊണ്ട് തന്നെ ആ വാചകത്തിന് ഹനീഫ് കായക്കൊടി സംവാദത്തിൽ വെച്ച് തന്നെ പറയുന്ന മറുപടി നിങ്ങളൊന്ന് കേട്ടു. കാരണം അത് ഖുർആനിന്റെ നിർദ്ദേശമാണ്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നമ്മുടെ രക്ഷിതാവായ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നാണ്. അതേപോലെ തന്നെ അല്ലാഹു അല്ലാത്തവർക്ക് ഇൻ തദ്ഉഹും ലാ യസ്മ പ്രാർത്ഥന കേൾക്കുവാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ തന്നെ നേരത്തെ അംഗീകരിച്ചതുമാണ് ജിന്നിന്റെ കാര്യം. അതിനെ തുടർന്ന് തന്നെയാണ് ഖുർത്തുബി പറഞ്ഞത് അമ്പിയാക്കളും അതിൽ പെടും എന്ന് കൃത്യമായി ഖുർത്തുബി തന്നെ വിശദീകരിച്ചത്. നിങ്ങൾ തന്നെ നേരത്തെ അംഗീകരിച്ചതുമാണ് ജിന്നിന്റെ കാര്യം. അതിനെ തുടർന്ന് തന്നെയാണ് ഖുർത്തുബി പറഞ്ഞത് അമ്പിയാക്കളും അതിൽ പെടും എന്ന് കൃത്യമായി ഖുർത്തുബി തന്നെ വിശദീകരിച്ചത്. ഈ ചോദ്യം ചോദിക്കേണ്ടി വരും എന്നറിയാതെയാവാം നേരത്തെ പറഞ്ഞു പോയത്. ചോദ്യത്തിന്റെ മറുപടി നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കൂടിയാലോചിച്ച് ചോദിക്കുന്നതാകും നന്നാവുക എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. കണ്ടോ, അത് കുന്നത്തേരി സംവാദ അവിടെ വെച്ച് തന്നെ ആ വിഷയം പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇവർക്ക് സംവാദം കേൾക്കുമ്പോൾ വല്ലാത്ത പൂതിയാ, നടത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള താക്കത്തില്ലതാനും. പിന്നെ ആരെങ്കിലും നടത്തി ഓനെ പറ്റി ഫല പറഞ്ഞെടുക്കുക. എന്തിനാണ് ഈ മച്ചി കരയുന്നത്? എന്തിനാ ഈ മച്ചി കരയുന്നത്? അത് കഴിവുള്ളവൻ നടത്തും. അത് മച്ചി കരഞ്ഞിട്ട് കാര്യമില്ല, മച്ചി വിലവിച്ച് നടന്നിട്ട് കാര്യമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, കൊട്ടപ്പുറം സംവാദം തോറ്റു എന്ന് പറഞ്ഞ കൗമ ഇത് അല്ലേ? ഒന്നുകൂടെ കേട്ടോ, മറന്നു ചില മടൂരികളെ നമ്മൾ പറയാതിരിക്കാനും മിണ്ടാതെ പോയത് നമുക്കറിയാം. അതുകൊണ്ട് മറക്കണ്ട, ഒന്നുകൂടെ കേട്ടോളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന് പൂർണ്ണമായി വിജയം കിട്ടിയ ഒരു സംവാദം. പൂർണ്ണമായി വിജയം കിട്ടിയില്ല, അത് രണ്ടൂട്ടരും പറയില്ല. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. വിജയം ഉണ്ടെന്ന്, വിജയം കൊട്ടപ്പുറത്തെ വിജയം അവർക്കാണെന്ന് അവർ പറയുന്നത്. അതിൽ മുജാഹിദുകൾക്ക് അത്ര വലിയ വിജയം ഉണ്ടായിട്ടില്ല. ആ സംവാദത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അത് സമർത്ഥമായി അവിടെ അവതരിപ്പിക്കുന്നതിൽ മുജാഹിദ് പണ്ഡിതനായ എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തി വൈഭവം ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. നല്ല പാണ്ഡിത്യല്ല ആളുകളെ അവിടെ തടഞ്ഞിട്ട് എന്താണ് ഇന്നോന് സ്റ്റേജിൽ കയറണം എന്നുള്ള
ഒരു ഇത് കൊട്ടപ്പുറത്തന്നെ ഉണ്ടായില്ല. ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ സംഭവം പറഞ്ഞല്ലേ, കുറച്ച് പരാതി സംഭവിച്ചിട്ടുണ്ട്. സുന്നി വിഭാഗത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവിടെ കുറച്ചൊക്കെ തിളങ്ങിയിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമല്ല. ഞങ്ങൾ എല്ലാ പരിപൂർണമായ സംഭവത്തിൽ പങ്ക് ഞങ്ങൾ APന്റെ ഇതിന്റെ സ്ഥാനത്ത് ഇയാളെ കയറ്റി ചെറിയ മുണ്ടത്തെ. അതെന്താണ് കാരണം? കാരണമൊന്നുമില്ല, ഇങ്ങനെ ചെറിയ മുണ്ട വന്നത്. അതന്നെ ചെറിയ മുണ്ട വന്നതും ചെറിയ മുണ്ട അവിടെ ഞങ്ങൾ ചർച്ചിൽ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹം സ്കൂളിൽ പോലാണ് ആ സമയത്ത് വരിക, അവിടെ കയറിയ പിറ്റേ സ്റ്റേജിൽ അതിന്റെയൊക്കെ ഫലം സംഭവിച്ചത്. പിന്നെ ചെറിയ മുണ്ടാണെങ്കിൽ ഈ രംഗത്തത്തെ പ്രലോഭിച്ചിട്ടില്ല. അദ്ദേഹം ഈ ഞങ്ങൾ പുളിക്കലിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹം ഒരു നിമിഷ നേരം വരെ ഇതിലില്ല. അദ്ദേഹം ക്ലാസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ കയറ്റ വാദപ്പത് അങ്ങനെ കണ്ടാൽ മതിയോ? കിതാബുകൾ എടുത്തു വെച്ചതിന് എന്തിനെടുത്ത് വെച്ചതെന്ന് അറിയില്ല. അതാണ് ഇബിന് ജരീർ എടുത്ത് കണ്ട് വായിച്ചിട്ട് എന്താണ് മരാണ് മറ്റേതാണ് കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് വഷളാക്കിയത്. അത് നമ്മൾ വാദിച്ചത് എന്തിനായിട്ടുണ്ടോ? അത് ആ ഇബിന് ജരീർ അവിടെ വെച്ചിരുന്നത് ദുആഇന് അവിടെ ഇസ്തിഹാസ എന്നുള്ള അർത്ഥമല്ല എന്ന് പറയുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രം എന്താണ് വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. പക്ഷെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്ക് എന്തെങ്കിലും എടുത്തു വെച്ചതെന്ന് തന്നെ അറിയില്ലല്ലോ. അങ്ങനെ കുറെ ഉന്നതുണ്ട് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട്. എന്നാല് AP അബ്ദുൽ ഖാദർ മൗലവിക്ക് ശോഭിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളാണെങ്കിൽ ശോഭിച്ചേനെ. ആര്? ഇസ്ലാം കൊല്ലാക്കായ അല്ല കരുമ്പുലാക്കല. ആരുള്ളത് ഇവിടെ നാട്ടിൽ കൊണ്ടോട്ടില്ല. ഞങ്ങൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിക്കുമ്പോഴും എൻ്റെ ഉണ്ട്, ശ്രീമൂലത്ത് പ്രസംഗിക്കുമ്പോഴുണ്ട്, അടൂരിലേക്ക് പറയുമ്പോഴൊക്കെ ഉണ്ട്. നമ്മളൊക്കെ വെച്ചിരുന്നു. വരച്ചാല് നമുക്ക് ഇടാൻ അറിയാഞ്ഞിട്ടല്ല, ക്ലിപ്പില്ലാഞ്ഞിട്ടൊന്നും അല്ല. എന്നാലും നമ്മളൊരു മര്യാദ കാണിക്കണമല്ലോ എന്നാണ്. ഓരോരുത്തരുടെ കപ്പാസിറ്റി കണ്ടിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മള് അത് ഒഴിവാക്കി വെച്ചാ. ഇനി എന്താന്നല്ലേ ഇവര് പറയാണ്, ഇയാൾ ഇവിടെ പ്രസംഗിച്ചപ്പോഴും പറയണത് അത് ഹനീഫ് ആയിക്കൂടിക്ക് ഹദീസ് പറഞ്ഞപ്പോ തിരിഞ്ഞില്ല, മനസ്സിലാകാതെ എങ്ങനെ മറുപടി പറയല്? മനസ്സിലായില്ല. ഞങ്ങളൊക്കെ ആണെങ്കിൽ അപ്പൊ പൊട്ടിച്ചു കൊടുത്തിരുന്ന ആര്? ഇവരോ? ഈ അലിമല്ലാക്കട മീഡിയേറ്റർ ആയിട്ട് സംവാദം, മൂപ്പര മീഡിയേറ്റർ, അപ്പുറത്തെ വലിയ ശൈഖുനമാര്, ഇപ്പുറത്തെ ഒരു വൈദ്യൻ. ആ സംവാദത്തിലെ രംഗം ഒന്ന് കണ്ടോളൂ. ഇവര് കിതാബ് തിരിയുന്ന വലിയ ആളുകളെ സംവാദം നടത്തുക വൈദ്യനുമായിട്ട്. കേട്ടോളൂ. പിന്നെ ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. അതായത് എൻ്റെ എല്ലാ ധാരണയും തെറ്റിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് അബ്ദുൽ ലത്തീഫ് മൗലവി ഇവിടെ ഒരുപാട് ഇബാറത്തുകൾ വായിക്കുകയുണ്ടായി. എന്തായിരുന്നു എൻ്റെ ധാരണ? അതായത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ മനസ്സിലാക്കും, എൻ്റെ ധാരണ തെറ്റിച്ച് ഇബാറത്ത് വായിച്ചെന്ന് മനസ്സിലാക്കിയാൽ ശരി വായിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ല, അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സംവാദത്തിന് വന്ന സമയത്ത് ആദ്യം തന്നെ കിതാബ് എന്നൊരു വരി വായിച്ച്, അത് തല കുത്തനെയാണ് വായിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു പാർട്ടിയുടെ അതല്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ ആളുകളല്ല, സംസ്ഥാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ആയ നിങ്ങൾ മാത്രവുമല്ല, കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ തൗഹീദും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങളും ആശയങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്നെടുത്ത ഒരുപാട് വാദങ്ങളും സ്ഥാപിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ ശരിയായി വായിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇനി അടുത്ത മാതൃപ്രായത്തിന് ഒരു മാസം ഉണ്ടല്ലോ, അന്നത്തേക്കാവുമ്പോഴേക്ക് മൗലവി ഏതെങ്കിലും മൗലവിമാരടുത്ത് പോയിട്ട് ഇനി വായിക്കാനുള്ള ഇബാറത്തുകൾ സ്വന്തം അവരുടെ മുന്നിൽ നിന്ന് വായിച്ച് പഠിച്ച് ശരിയാക്കി വരും എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ എൻ്റെ ആ ധാരണ തെറ്റിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത്, അതായത് മുജിത്തഹിദുകളായ ഇവർ, മുജിത്തഹിദല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഇവര് ഖുർആനും ഹദീസും സ്വന്തം മനസ്സിലാക്കുന്ന ആളുകളാ. അങ്ങനത്തെ മൗലവി ആദ്യം ഒരു തെറ്റല്ല, ഒരു പാട് തെറ്റ് വായിച്ച്. അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഞാൻ പറഞ്ഞു പോകുകയല്ല. ഞാൻ ഇതെങ്ങനെയല്ല പറയുന്നത്, സ്വന്തം കാസറ്റ് പറയല്ല, നിങ്ങളൊക്കെ മുന്നിൽ നിന്നാണല്ലോ പറയുന്നത്. ഈ പറഞ്ഞ സംഗതി ഇല്ലേ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ ഇവിടെ കാസറ്റ് ഉണ്ടാവുമല്ലോ. എന്താ ഫസ്റ്റ് തന്നെ പറഞ്ഞത്? മൂപ്പരങ്ങനെ ഓതുക, സുബ്ഹാനല്ലാഹ്. എന്താ ഇതിന്റെ അർത്ഥം? ഒരു ഫീലിന് രണ്ട് ഫായിൽ ഉണ്ടാവോ? ഒരു ഫീലിന് അങ്ങനെ രണ്ട് ഫായില്? അതെല്ലാം ഫായിലിന് മുലാഫിലേക്ക് എവിടെ? മുലാഫിലേക്ക് റഫ് ഉണ്ടാവോ? അത് ഇവർക്ക് ചിലപ്പോൾ ഒരു ഫീലിന് രണ്ട് ഫായിൽ ഉണ്ടാവുമോ? ചിലപ്പോൾ ബലത്ത് മനസ്സിലാക്കുന്ന അറിയോ?
ഒരു പ്രവൃത്തി രണ്ടാൾക്കാർ ചെയ്യുക, ചിലപ്പോൾ അത് പറയാം ആ ഒരു പ്രവൃത്തി രണ്ടാൾക്കാർ, ആ പരിപാടി നടക്കൂല. അഹദു എന്നല്ല വായിക്കണ്ടി. ഇനി